അത് കഴിഞ്ഞ വർഷം നിയമസഭയിൽ തിരൂർ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തിയിരുന്നു. തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് ഒരു വേഗപാത വേണം എന്നുള്ളതായിരുന്നു അതിന്റെ ഉള്ളടക്കം. പരിഹാസ രൂപേണയായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ശ്രീധരന്റെ വേഗപാതയിൽ തിരൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മലപ്പുറത്താണ്. അപ്പോൾ അന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വെറുതെ ആയിരുന്നില്ല എന്ന് ഓർത്തെടുക്കുകയാണ് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. 2025 ജനുവരി 23 കുറുക്കോളി മൊയ്തീൻ എംഎൽഎ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലാണ് കേട്ടത്. മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ: ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. ഒരു വർഷത്തിനിപ്പുറം അതിവേഗ റെയിൽ വിശദീകരിച്ച് ഇ ശ്രീധരൻ സംസാരിക്കുന്നു. തിരൂർ കഴിഞ്ഞ മലപ്പുറം കരിപ്പൂരായിരുന്നു. മലപ്പുറത്തേക്ക് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട വരും കരിപ്പൂർ എയർപോർട്ട് കേട്ടോ. എയർപോർട്ട് കൊണ്ട് മലപ്പുറം ടൗണിലേക്ക് ദൂരമൊന്നുമില്ല. ഇപ്പോൾ ഈ ശ്രീധരന്റെ പദ്ധതി നോക്കുമ്പോൾ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നു. തിരൂരിൽ വന്ന് മലപ്പുറം വഴി കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്ന അതിവേഗ പാതയാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. അതായത് നിങ്ങൾ പണ്ട് ആവശ്യപ്പെട്ട കാര്യമാണ് നിലവിൽ പദ്ധതിയായി വരുന്നത്. ഞാനിത് 1993 പറഞ്ഞ കാര്യമാണ്. മലപ്പുറം ജില്ലയ്ക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ രജത ജൂബിലി ആഘോഷം മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയപ്പോൾ അന്ന് 100 കാര്യങ്ങൾ ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിക്ക് ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞ ഒരു നിർദ്ദേശമാണിത്. ആ കൂട്ടത്തിൽ 25 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. ചിലപ്പോൾ ഇനി ഒരു 25 കൊല്ലം കൂടി കഴിയേണ്ടി വരും നടപ്പിലാക്കാൻ. എന്നാലും വേണ്ടില്ല, വരിക തന്നെ ചെയ്യും. 22 മുതൽ 26 വരെ സ്റ്റോപ്പുകളാണ് അതിവേഗ റെയിൽവേയിൽ ഉണ്ടാവുക. റെയിൽവേ കടന്നു പോകാത്ത കുന്നംകുളം എടപ്പാൾ വഴി പോകുന്ന പാത തിരൂരിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് കോഴിക്കോടേക്ക് എത്തുക. ഫെബ്രുവരി 15 പ്രഖ്യാപനം വരുമെന്ന് ഇ ശ്രീധരൻ. കാത്തിരുന്ന് കേരളം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രി പറഞ്ഞത് പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇത്രയൊക്കെ വേണോ എന്ന് ചോദിച്ചിടത്ത് എന്തായാലും മെട്രോമാനെ പോലെ ഈ രംഗത്ത് ഏറ്റവും വിദഗ്ധനായ ഒരാൾ മുന്നോട്ട് വെച്ച ആ ഒരു പദ്ധതിയിൽ അതിന്റെ ദൂരം അല്ലെങ്കിൽ അത് തിരൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മലപ്പുറം എന്നുള്ള നേരത്തെ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞുവെച്ച ശ്രദ്ധ ക്ഷണിക്കൽ പറഞ്ഞുവെച്ച അതേ കാര്യമുണ്ട് എന്നുള്ളതാണ് പിന്നീട് കാലം ഇപ്പോ മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.